ഏകാദശി പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പതിനായിരങ്ങളെത്തി. പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. പല്ലശന മുരളി, കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി. കെ സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. വിശേഷാൽ കാഴ്ച ശീവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഭക്തർക്ക് ദേവസ്വം ഏകാദശി വിഭവങ്ങളോടെയുള്ള പ്രസാദവൂട്ട് നൽകി. അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായാണ് പ്രസാദവൂട്ട് നൽകിയത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ VIP ദർശനം ഉച്ചയ്ക്ക് 2 മണിവരെ അനുവദിച്ചിരുന്നില്ല. ക്ഷേത്ര നഗരിയിൽ കർശന ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. 300ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചത്. ദേവസ്വം വക ചുറ്റുവിളക്കോടെയാണ് ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷിച്ചത്. നൂറ്റാണ്ടുകളായി ഏകാദശി ദിവസം ഉണ്ടാകാറുള്ള ഉദയാസ്തമന പൂജ ഇത്തവണ ഉണ്ടായിരുന്നില്ല. ഭക്തർക്ക് ഇടതടവില്ലാതെ സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യത്തിനായാണ് ദേവസ്വം ഉദയാസ്തമന പൂജ ഒഴിവാക്കിയത്. ഭക്തിയുടെ പര്യായമായ ചുറ്റുവിളക്കിന്റെ ദീപപ്രഭയിൽ 1 മാസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ഏകാദശിയോടെ സമാപനമായി. വ്യാഴാഴ്ച ദ്വാദശി പണ സമർപ്പണം കഴിഞ്ഞ് രാവിലെ 9 മണിയോടെയാണ് ക്ഷേത്രനട അടയ്ക്കുക. TCV ഗുരുവായൂർ.